നമ്മുടെ വീട്ടിൽ എന്നാ പൃച്ഛതികേഹേ, വീട്ടിൽ ഒരാളും നമ്മളോട് ഒന്നും ചോദിക്കില്ല. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ദൂരെ നിന്നൊക്കെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്, അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നൊക്കെ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തീരെ കിടപ്പിലാണ് പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നൊക്കെ അവധിയെടുത്ത് ഈ പേരിൽ അവധിയെടുത്തിട്ട് വരും. എല്ലാവരുടെ കാര്യമല്ലേ പറയുന്നത്. വരും. വന്നിട്ട് അവരെ ഒന്നും മര്യാദക്ക് കാണുക പോലും ഇല്ല. ആശാൻ ഈ പേരിൽ ആശാനും ആശാത്തിയും കൂടെ കറങ്ങുക. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താപ്പ ചെയ്യുക, അങ്ങനെ കിടപ്പാണ്, അങ്ങനെ കിടക്കണു. അതെ. എന്നാ അടുത്ത് വന്നിരുന്ന് കൈയൊക്കെ അവർക്ക് ഈ പാവം കിടക്കുന്ന ഈ സ്ത്രീക്ക് അവൻ്റെ കൈയൊന്ന് പിടിക്കണം എന്നുണ്ട്. പക്ഷെ നടക്കണ്ടേ. അവൻ്റെ ആ കൈയൊന്ന് നെറ്റിയിൽ തലോടൽ ഒന്ന് തലയിൽ വെക്കണം എന്നുണ്ട് അവൻ്റെ കൈ കൊണ്ട്. കുറെ കാലം പാവം ഇത് കയ്യിൽ വെച്ചതാണ്. ഈ പ്രായമായിട്ടുള്ളവരുടെ അങ്ങനെ ഒരു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ അനുഗ്രഹം അവർ പറയുന്നു. വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. ഇങ്ങനെ അരി അവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അടുക്കളയിൽ, ആരോ ജോലിക്കാരിയുണ്ട്. പാവ ഈ അമ്മ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ. അപ്പം ആ അരി വെട്ടി തിളയ്ക്കുന്ന അതിൻ്റെ ഇങ്ങനെ മണമൊക്കെ കിട്ടിയപ്പോൾ കുറച്ചൊരു ഗ്ലാസ് ചൂടുവെള്ളം, ആ കഞ്ഞി വെള്ളം കുറച്ചൊരു 2 സ്പൂണെങ്കിലും ഒന്ന് തരണം, ഒന്ന് വേണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഒരാൾ പോലും ചോദിക്കാനില്ല. ഞെക്കിയാൽ എന്തോ ഒരു സാധനം കിക്കി എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആരോ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ഊരിയിട്ട് റിമോട്ടിലിടാൻ കൊണ്ടുപോയിട്ട് ഇപ്പം അത് പാവം അത് ഞെക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആലോചിച്ച് നോക്കണം.